ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചായ ബജി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒമാൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഉള്ളത് സൊഹാറുള്ള ഒരു തത്വമസി ഹോട്ടലിൽ നമ്മൾ പൊറോട്ടയും നല്ല ഡാൽ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡാൽ ഫ്രൈ സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽ ഫ്രൈ ആണ്. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഫിഷ് മാർക്കറ്റ്, ഇന്നലെ നമുക്ക് കാണാൻ പറ്റാത്ത ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ബോട്ടിൻ്റെ ഷേപ്പുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ് സൊഹാറിൽ. ഇവിടെ അത്യാവശ്യം നല്ല മീനുകൾ, ഫ്രഷ് മീനുകൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മുടെ നാട്ടിലെ മത്തി, ഇവിടെ ആർക്കും ആവശ്യമില്ലാത്ത മത്തിക്ക് തീരെ ഡിമാൻഡില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് മത്തി വാങ്ങിയിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ ഒരു ഈന്തപ്പന തോട്ടം കണ്ടു. അപ്പോൾ ഈന്തപ്പന പറിക്കുന്നതും അതെങ്ങനെ കവറിലാക്കി നമ്മുടെ അടുത്ത് എത്തുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു തൊഴിലാളിയുണ്ട്, അവിടുത്തെ പണിക്കാരൻ. അയാളടുത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ ഈ ബാക്കി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഈത്തപ്പഴം, അതായത് കാരക്ക, അതിങ്ങനെ പഴുത്താൽ ചുവന്ന കളറ്, മഞ്ഞ കളറ് ഇങ്ങനെയൊക്കെ കാണും എന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ 2 തരത്തിലുണ്ട്. ഒരു മഞ്ഞ കളറിലേക്ക് പോകുന്നത്, ഒരു ചുവപ്പായി പോകുന്നത്. അതിലുള്ള ഈത്തപ്പഴം ഇവിടെ ഉണ്ട്. ഈ കാണുന്ന മഞ്ഞ കളറിനാണ് കൂടുതൽ ടേസ്റ്റും മധുരമെന്ന് ചിക്കോട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഗൈസ്, കൊപ്ര ഉണക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? അതുപോലെ നമ്മൾ ഈത്തപ്പഴം ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്കി പ്രോസസ്സൊക്കെ ചെയ്താണ് നമുക്ക് കവറിലാക്കി നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ നാട്ടിലെത്തുന്നത് ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കടലും കായലും തമ്മിലുള്ള വ്യത്യാസം പോലെയുണ്ട്. അത്രയും നല്ല ഫ്രഷ് സാധനം ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫുള്ള് വെള്ളമൊക്കെ വലിച്ചെടുത്തുള്ള ഒരു ഉണങ്ങിയ പോലത്തെ സാധനമല്ലേ അധികം കിട്ടുന്നത്. പൈസ കൊടുത്താൽ നല്ലത് കിട്ടും. പക്ഷെ എന്നാലും ഇവിടെ കാണുന്നതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ്. അടിയിൽ ചുവപ്പ് മഞ്ഞ. अब किधर का है? किधर का आदमी हम? ഇതൊരു ഓവർ ബ്രിഡ്ജിന് താഴത്തുള്ള അണ്ടർപാസ്സാണ്. ഒരു വണ്ടിക്ക് നല്ല ക്ലിയർ ആയിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ. ഇങ്ങനെ കുറേ അണ്ടർപാസുകളുണ്ട്. ഒരു ബ്രിഡ്ജിനടിയിൽ തന്നെ ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ പാസ് ചെയ്ത് പോകാം. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ. ഇതാണ് ഗൈസ് ചിക്കോൻ്റെ വീട്ടിലെ മയിൽപ്രാവുകൾ, പിന്നെ കുറേ മുയൽ, കുറേ കോഴികൾ, നാടൻ കോഴി.
അങ്ങനെ നല്ല ഫ്രഷ് മത്തി നമ്മൾ മുറിക്കാൻ തുടങ്ങി. കുറച്ച് പൊരിച്ചെടുക്കണം, പിന്നെ കറി വെക്കണം. കൂന്തൽ കൂടിയുണ്ട്, കൂന്തലും കൂടി റെഡിയാക്കണം. അപ്പോൾ സൈത്താട്ടനാണ് മെയിനായിട്ട് ക്ലീനിങ് ഒക്കെ ഏറ്റെടുക്കുക. ഇതാണ് മറ്റൊരു റൂം. നമ്മുടെ വില്ലയോട് ചേർന്നിട്ട് നമ്മുടെ ചിക്കോട്ടൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാർ ബാക്കി എല്ലാവരും സ്റ്റേ ചെയ്യുന്ന റൂം. ഇവിടെ രതീഷ് ഏട്ടൻ, ഷിജി ഏട്ടൻ, വിജയ് ഏട്ടൻ, പിന്നെ നമ്മുടെ ശ്രീജ് ഈ റൂമിലാണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ ചെറിയൊരു കിച്ചൺ. ഫ്രീ ടൈമുള്ള പരിപാടിയാണ്. വെള്ളിയാഴ്ച ഇങ്ങനെ ഷീറ്റ് കളിക്കുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങാം. ഇപ്പോൾ രണ്ടുപേരും നേരത്തെ തുടങ്ങി. തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. നല്ല ഇളം ചിക്കനാണ് വാങ്ങിച്ചത്, ഫാമിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ, ചോറ്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര നമ്മുടെ ചെറിയ ചെറിയ തോടുകളും മലകൾ ഇങ്ങനെയൊക്കെ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് ഏരിയയിലേക്കാണ്. ഈ കാണുന്നതാണ് നല്ല ഫ്രഷ് വാട്ടറാണ്. ഇതിനകത്ത് മീനുണ്ട്. അപ്പോൾ ഈ വാദി എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ ഇത് വലുതാവും. ഇതിൽ കൂടി നല്ല ശക്തമായിട്ട് കച്ചറയും വെള്ളമൊക്കെ പോകും. അപ്പോൾ ഇതിൽ കുളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നല്ല വെയിൽ, ഈ വെയിലത്ത് കുളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു വൈകുന്നേരം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖത്തിൽ കുളിക്കാറും. നമുക്ക് ഈ വെള്ളം കാണാൻ പറ്റും. നല്ല കളറുണ്ടില്ലേ, ആഴമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കളറാണ്. നല്ല പച്ചയും നീലെല്ലാം പോലുള്ള കളർ. ഗൈസ്, ഇത് ഒമാനിലെ ഒരു ഗ്രാമപ്രദേശമാണ്. ഒരുപാട് ഈന്തപ്പനത്തോട്ടം, അതിന് ഒറ്റ നടുക്കൊരു വീടും. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നത്. ഈന്തപ്പനയാണ് അവരുടെ മെയിൻ കൃഷി. അപ്പോൾ അവരുടെ വീടിനോട് തൊട്ടടുത്ത് തന്നെ അവർ ഈന്തപ്പന ഉണക്കുന്ന സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നല്ല അത്യാവശ്യം വലിയ വീടും, പിന്നെ ചുറ്റും ഈന്തപ്പന. പിന്നെ ഇവിടെ പ്രായമായവർക്ക് ഗവൺമെൻറ് ഇത്ര ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കും. അവർക്ക് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, പെൻഷൻ പോലെ. അതേപോലെ ചെറുപ്പക്കാർക്കും കൊടുക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി നമുക്കൊരു ഗാർഡൻ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒമാനിലെ ഗാർഡനിൽ എന്തൊക്കെ ചെടികളുണ്ടാവുമെന്ന് കാണാമല്ലോ, അതുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഇപ്പോൾ നമ്മളുള്ളത് സൊഹാറിലൊരു ട്രഡീഷണൽ മാർക്കറ്റ്. ഇവിടുത്തെ ഒമാനി സ്ത്രീകൾ കച്ചവടം ചെയ്യുന്നൊരു ഏരിയ ആണിത്. അവരെ പാരമ്പര്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ എന്താണെന്നറിയില്ല. ഇത് മറ്റേ കനലിന് കാറ്റ് വീശുന്നതാണെന്ന് തോന്നുന്നു. ബാർബിക്യൂ മറ്റേ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഷോപ്പിൽ. എന്തെങ്കിലും വാങ്ങേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റോക്കറ്റ് വാങ്ങിച്ചു. ചെറിയ റോക്കറ്റ് വെറുതെ നിലയ്ക്കാൻ
വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ സ്ത്രീകളെ മുഖത്തേക്ക് കറക്റ്റ് ക്യാമറ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ ചീത്ത പറയും. അങ്ങനെ ഒരു അമ്മച്ചി എന്നെ ചീത്ത വിളിച്ചു അവിടെ നിന്ന്, പ്രായമുള്ള അമ്മച്ചി. അവരെ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കറിക്ക് വേണ്ടുന്ന പച്ചക്കറികൾ വാങ്ങിക്കാൻ വേണ്ടി ചെറിയൊരു മാർക്കറ്റ് ഏരിയ സഹാറില്ല. അപ്പോൾ ഇവിടെ സാമ്പാറിൻ്റെ കിറ്റ് കിട്ടും, അത് വാങ്ങിച്ചു. ഈ തക്കാളിയുടെ സൈസ് തന്നെ നോക്കിയാൽ വലിയ തക്കാളിയാണ്. പച്ചക്കറിക്കെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബക്കാല കണ്ട്, അതിനകത്ത് പെർമിഷൻ ചോദിച്ചപ്പോൾ ഷൂട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബക്കാലയുടെ അകത്ത് ഫുള്ള് വീഡിയോ ഷൂട്ട് ചെയ്തു. പക്ഷെ എല്ലാവരും വെൽക്കമിങ് ആണ്. പ്രത്യേകിച്ച് ലേഡീസിന് ചെറിയ പ്രശ്നമുണ്ടെന്നില്ല. അവർ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ ടേബിളിൻ്റെ വിരി വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേബിൾ വിരികളും പല പല സാധനങ്ങളും. അപ്പം ഞാനൊരു ആഗ്രഹം പറഞ്ഞു, ഈ സീഷ പറയുന്ന സാധനം എങ്ങനെയാ സംഭവം അതൊന്ന് വലിച്ചു നോക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ ഒരു സീഷ വലിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പുറത്ത് നമ്മളൊരു അറബീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അറബി വന്നു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് പോയി വലിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അകത്തുള്ള നല്ല ചെയറും കാര്യം. ഇത് പുറത്തൊന്നും ഉപയോഗിക്കാം, പക്ഷേ പുറത്ത് നല്ല ചൂടാണ്. പൊതുവെ സംഭവമൊന്നുമില്ല, വെറുതെ പുകവലിക്കുന്നു. അതിൽ നിക്കോട്ടിനും കാര്യമൊന്നുമില്ല, അങ്ങനെ ഇല്ലാത്തൊരു സാധനം ഞാൻ പറഞ്ഞു. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അപ്പോൾ ആരും വലിക്കാൻ നിൽക്കണ്ട. പക്ഷെ ഇത് വെറും പുകയാണ്, ഇതിൽ വേറെ ലഹരിയോ വേറെ ഒന്നുമില്ല. അപ്പോൾ അറബികളിങ്ങനെ യൂസ് ചെയ്യുന്ന ഈ സാധനം എനിക്കിത് വലിച്ചു മടുത്ത് ഞാൻ ഒഴിവാക്കിയത്. ഇത് വലിച്ചു മൂപ്പര് ഇത് വലിച്ചുകൊണ്ട് കണ്ടത് അറബാവ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, അവർ വലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കത് പകുതി ആകുമ്പോഴേക്കും മടുപ്പൊന്നും വേറെ ഫീലിങ്സ് ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ സമയം ചിലവാക്കാൻ പറ്റിയൊരിതാണ്. അങ്ങനെ സീഷ വലിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല വിശപ്പായിരുന്നു. വിശപ്പ് മെയിനായതുകൊണ്ട് വീഡിയോ നോക്കിയില്ല. അങ്ങനെ തിരിച്ച് നാളെ നമ്മൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിരിക്കുന്ന കേസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബൈ ബൈ.